നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് ഐ വരുന്ന സെന്റൻസിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ, ഇതിൽ ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബോ പ്ലസ് വെർബിന്റെ ING ഫോം. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാണ്. ആം ഉപയോഗിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമാണ്. ഐനോട് കൂടി മാത്രമാണ് ആം ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ട് ആം വരുന്ന സെന്റൻസുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ സബ്ജക്റ്റ് ആയി വരുന്ന സെന്റൻസിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ള ഈ ഒരു സെന്റൻസിൽ നിന്നും ആദ്യം നമുക്കൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വളരെ സിമ്പിൾ ആണ്. ആം എന്ന ഹെൽപ്പിംഗ് വെർബിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് ഇടുന്നു. അപ്പൊ എന്താവുന്നു? ആം ഐ പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കുകയാണോ എന്നുള്ളതായി. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് നോക്കുക, എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ആമിനെ നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ഐന്റെയും അപ്പുറത്തോട്ട് ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു അല്ലെ. ആം ഐ പ്ലേയിങ് ഫുട്ബോൾ, ആം ഐ പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് വന്നത് അല്ലെ. ആം ഐ പ്ലേയിങ് ഫുട്ബോൾ. അടുത്ത് നോക്കൂ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? വേർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? എവിടെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചത്? ആമിന്റെയും അപ്പുറത്ത് അഥവാ സെന്റൻസിന്റെ ആദ്യത്തിൽ നമ്മൾ വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് വേർ ആം ഐ പ്ലേയിങ്, വേർ ആം ഐ പ്ലേയിങ്, എവിടെയാണ് ഞാൻ കളിക്കുന്നത്? വേർ ആം ഐ പ്ലേയിങ്, എവിടെയാണ് ഞാൻ കളിക്കുന്നത്? മനസ്സിലായോ? എന്താ ചെയ്തത്? ആമിന്റെ അപ്പുറത്ത് നമ്മൾ വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചു. അടുത്ത് നോക്കൂ, ഐ ആം ഗോയിങ് ടു ദ ഓഫീസ്, ഐ ആം ഗോയിങ് ടു ദ ഓഫീസ്, ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നാൽ മതി, അത്ര ചെയ്താൽ മതി. ആം ഐ ഗോയിങ് ടു ദ ഓഫീസ്, ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറി. എന്താ ചെയ്തത്? ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്ന് നോക്കാം. എങ്ങനെയാണ്? ആമിന്റെ അപ്പുറത്ത് നമ്മൾ വേർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചു. വേർ ആം ഐ ഗോയിങ്, എവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? വേർ ആം ഐ ഗോയിങ്, എവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ടു ദ ഓഫീസ്, ഓഫീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വന്നു, പിന്നെ എന്ത് വന്നു? ആം എന്ന ഹെൽപ്പിംഗ് വെർബ് വന്നു, പിന്നെയാണ് സബ്ജക്റ്റ് വന്നത്, പിന്നെ വെർബിന്റെ ING ഫോം വന്നു. അപ്പൊ എന്താണ് ഇതിന്റെ സ്ട്രക്ചർ എന്നുള്ളത് നോക്കൂ. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ആം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റും. അപ്പോൾ നോക്കൂ, വേർ ആം ഐ ഗോയിങ് എന്നുള്ളതിൽ വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വന്നു, പ്ലസ് എന്ത് വന്നു? ആം വന്നു, പ്ലസ് സബ്ജക്റ്റ് ഏതാ വന്നത്? ഐ വന്നു, പിന്നീട് ഗോയിങ് എന്നുള്ള വെർബും വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഐ ആം ഈറ്റിംഗ് എ മാംഗോ, ഐ ആം ഈറ്റിംഗ് എ മാംഗോ, ഞാനൊരു മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതിൽ നിന്നും എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആം ഐ ഈറ്റിംഗ് മാംഗോ, എന്താ ചെയ്തത്? ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ആം ഐ ഈറ്റിംഗ് എ മാംഗോ, ഞാൻ ഒരു മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതായില്ലേ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. പിന്നീട് എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് ചേർക്കുക, അഥവാ ആമിന്റെയും അപ്പുറത്ത് അല്ലെ. വാട്ട് ആം ഐ ഈറ്റിംഗ്, വാട്ട് ആം ഐ ഈറ്റിംഗ് എന്നായി മാറി. വാട്ട് ആം ഐ ഈറ്റിംഗ് എന്നായി മാറി. എന്താണ് അർത്ഥം? വാട്ട് ആം ഐ ഈറ്റിംഗിന്റെ അർത്ഥം എന്താണ്? ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് വന്നു? ക്വസ്റ്റ്യൻ വേർഡ് വന്നു, പിന്നെ ആം വന്നു, പിന്നെ സബ്ജക്റ്റ് ആയ ഐ വന്നു, പിന്നെ ഈറ്റിംഗ് എന്നുള്ള വെർബ് വന്നു. അടുത്ത് നോക്കൂ, ഐ ആം വർക്കിംഗ്, ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്നൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ് അല്ലെ. എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്?
ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? ആം ഐ വർക്കിംഗ്? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആം ഐ വർക്കിംഗ്? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. പിന്നീട് നമ്മൾ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡിനെ ഈ ഒരു സെന്റൻസിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എന്തായി? വൈ ആം ഐ വർക്കിംഗ്? വൈ ആം ഐ വർക്കിംഗ്? എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്? വൈ ആം ഐ വർക്കിംഗ്? എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഇടുക, പിന്നീട് ആം എന്നുള്ളത് ഇടുക, പിന്നെ സബ്ജക്റ്റ് ഇടുക, പിന്നെ വെർബ് ഇടുക. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ, താങ്ക് യു.